ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന അത്രത്തോളം മഹത്വം നൽകിയ തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ കൂട്ടത്തോടുകൂടെ വോട്ടുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. മുമ്പ് വോട്ട് ഇവിടെ കള്ളവോട്ട് ചെയ്യാറുള്ളത്, ബൂത്ത് പിടുത്തം നടത്താറുള്ളത്, അതോടൊപ്പം തന്നെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്താറുള്ളത്, വോട്ടർമാരുടെ പേരിൽ ഇരട്ടിപ്പ് വോട്ടുകൾ ചേർത്താറുള്ളതൊക്കെ ഏതാനും ചില ജനാധിപത്യ വിരുദ്ധത ശീലിച്ച രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇന്നത് ബൂത്ത് പിടുത്തവും വോട്ട് കച്ചവടവും ഒക്കെ നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് വന്നിരിക്കുന്നു എന്നുള്ള വിരോധാഭാസമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വെറുതെ പറഞ്ഞതാണോ? മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 2019 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ നിന്ന് 2024 തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടക്കുന്നു. കൂടിയ വോട്ടിന്റെ എണ്ണം 30 ലക്ഷം. 2024 ലോക്സഭയ്ക്ക് തൊട്ടുപിറകിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു മഹാരാഷ്ട്രയിൽ. 5 വർഷം കൊണ്ട് കൂടിയ വോട്ടിന്റെ എണ്ണം 30 ലക്ഷമാണെങ്കിൽ 5 മാസം കൊണ്ട് വർദ്ധിച്ച വോട്ടിന്റെ എണ്ണം 40 ലക്ഷമാണ്. ഇത് വിരോധാഭാസമല്ലേ? മാത്രമല്ല 5 മണിക്ക് ശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ 2% കൂടുതൽ വോട്ടവകാശം വിനിയോഗിച്ചിട്ടില്ല മഹാരാഷ്ട്രയിൽ. ഹിമാചൽ പ്രദേശിലെ ജനസംഖ്യ 76 ലക്ഷം. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം വോട്ടവകാശം രേഖപ്പെടുത്തിയവരുടെ എണ്ണം 76 ലക്ഷം. പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ, അങ്ങനെ അവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ 3 മണി വരെയെങ്കിലും വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നു. അതുണ്ടായില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി CCTV ദൃശ്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. നിങ്ങളത് കൊടുത്തോ? ഇത് മാത്രമാണോ? രാഹുൽ ഗാന്ധി ഇത് വിളിച്ചു പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് മുമ്പേ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു? 63ഓളം വരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, ഉന്നത ഉദ്യോഗസ്ഥൻ ഈ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് രാഷ്ട്രപതിയോട് പരാതി പറഞ്ഞില്ലേ? എന്നിട്ടും കുലങ്ങാത്ത ഇലക്ഷൻ കമ്മീഷൻ തെളിവുകളില്ല. തോൽക്കുന്നവർ ഇത് പലതും വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. എന്നാൽ 6 മാസം ഗ്രഹപാഠം നടത്തിക്കൊണ്ട് കർണാടകയിൽ നിന്ന് ഇതാ തെളിവുകളുമായി 35,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്ത ബാംഗ്ലൂർ സൗത്ത് സെൻട്രലിൽ അവസാനത്തെ ഒരു നിയമസഭാ സീറ്റ് മഹാദേവപുരം എണ്ണുമ്പോൾ 1,14,000 വോട്ടിന് BJP ലീഡ് ചെയ്യുന്നു. 2009 കേവലം 7,000 വോട്ടിന് മാത്രം ലീഡ് ചെയ്ത ഒരു മണ്ഡലം എങ്ങനെ 1,14,000 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ബനാറസിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള ആളുകൾ വോട്ടർമാരായി ബാംഗ്ലൂരിൽ വന്നാൽ 1 ലക്ഷമല്ല 2 ലക്ഷത്തിനും ജയിക്കും. ഈ രാജ്യത്ത് ആർക്കാണ് വോട്ടവകാശം? വോട്ടവകാശം സ്ഥിരതാമസക്കാരാണ്. തൃശ്ശൂരിൽ നടന്നതും അതാണ്, സ്ഥിരതാമസക്കാരാണ്. എന്നാൽ ഈ തൃശ്ശൂരിൽ നടന്നത് എന്താണ്? സുരേഷ് ഗോപിക്കോ വാക്കിലോ സ്ഥിരമില്ല, താമസത്തിലും സ്ഥിരമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭാര്യയും കുട്ടികളും അനുജന്മാരും ഡ്രൈവറും മാത്രമല്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ മോഹമുള്ളവർ മലപ്പുറത്ത് നിന്ന് വരികയാണ്. എന്നിട്ട് ഇവിടെ വോട്ടവകാശം അത് രേഖപ്പെടുത്തുകയാണ്. സുപ്രീം കോടതിയുടെ വിധിക്ക് ഇത് എതിരല്ലേ? ഈ രാജ്യത്ത് വ്യാജ വോട്ടുകൾ, ആ വ്യാജ വോട്ടുകളാണ് നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. മറുഭാഗത്ത് നടക്കുന്നതോ ബീഹാറിൽ, അവിടെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ വോട്ടുകൾ വെട്ടുകയാണ്. എന്താ കാരണം? രേഖകൾ ആവശ്യപ്പെടുകയാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ രേഖകൾ ചോദിക്കും. എന്നാൽ ഇവിടെയോ? ഇവിടെ വോട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ വോട്ട് ചെയ്തവരോട് നിങ്ങൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്തണമെങ്കിൽ രേഖകൾ വേണമെന്ന് പറയുകയാണ്. ഏതാ രേഖ? ഇലക്ഷൻ കമ്മീഷൻ എല്ലാ പരിശോധനയും നടത്തി നമുക്ക് നൽകിയിട്ടുള്ള ഇലക്ഷൻ ID കാർഡ് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയല്ലേ? ബീഹാറിൽ 65 ലക്ഷം വരുന്ന ആളുകളുടെ വോട്ടുകളാണ് നിങ്ങൾ എണ്ണിയിട്ട് ഇവിടെ വെട്ടിനിരത്താൻ. അത് ഏതാണ്ട് 90 ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എത്രയോ ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുകയാണ്. ഈ വോട്ട് ചേരിക്കെതിരെ, ഈ വോട്ട് ബന്ദിക്കെതിരെ രാഹുൽ ഗാന്ധി നഗ്നമായ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് എന്താണ്? അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന അതിൻ്റെ ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും, ഇനി പ്രതിപക്ഷ നേതൃത്വം അഥവാ നേതാവില്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവാരോ, അതും ചീഫ് ജസ്റ്റിസും. ഈ 3 പേരെന്നുള്ളടത്ത് ചീഫ് ജസ്റ്റിസിനെ വെട്ടിമാറ്റുന്നു. പകരം കേന്ദ്ര മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന രംഗം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചിറകരിഞ്ഞത്? ഇലക്ഷൻ അട്ടിമറിക്കാനല്ലേ? നമ്മുടെ ബൂത്തുകളിൽ വോട്ടവകാശം വിനിയോഗിച്ചാൽ 45 മുതൽ 1 വർഷം വരെ CCTV ദൃശ്യങ്ങൾ അത് സൂക്ഷിക്കണമെന്നുള്ള നിയമം ആർക്ക് വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അട്ടിമറിച്ചത്? രാഹുൽ ഗാന്ധി ഈ സത്യം വിളിച്ചു പറയുമ്പോൾ ഡിജിറ്റൽ പേപ്പർ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അത് നൽകിയില്ല. എന്നാൽ അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന BJPയുടെ നേതാവിന് നിങ്ങൾ ഈ ഡിജിറ്റൽ പേപ്പറുകൾ കൊടുത്തല്ലോ. അപ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ പക്ഷപാതിത്വത്തോടുകൂടെ പെരുമാറുകയാണ്. അതുകൊണ്ടാണ് ഈ വോട്ട് ചേരിയും
ഇവിടുത്തെ ഈ വോട്ട് ബന്ദിക്കെതിരെയും ഞങ്ങൾ ഈ തൃശ്ശൂരിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം സുരേഷ് ഗോപിയോട് പറയാം. നിങ്ങളുടെ പഴയ ഡയലോഗുണ്ട്, അതൊരു 4-5 മാസം കഴിയുമ്പോൾ വീണ്ടും വടക്കുനാഥന്റെ മണ്ണിൽ യൂത്ത് ലീഗുകാർ പറയും, ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന്. ജനാധിപത്യ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വിജയിക്കും. ഇത് തുടങ്ങിവെച്ച ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പ്രിയപ്പെട്ട സഖാക്കളെ, ഞങ്ങൾക്ക് നിങ്ങളോട് ചെറിയൊരു ഉപദേശം. ഈ മോഡിയെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയത് എല്ലാ പത്രങ്ങളിലും 1-ാം പേജിൽ വന്നിട്ടും ദേശാഭിമാനിക്ക് വോട്ട് പ്രശ്നമല്ല, മോഡി കൊടുക്കുന്ന നോട്ടാണ് പ്രശ്നം. ആ നോട്ട് മുടങ്ങും, കേന്ദ്രത്തിന്റെ പരസ്യം മുടങ്ങും എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം മൂടിവെച്ചവരോട് ജനാധിപത്യത്തിൽ ഈ അട്ടിമറിയിൽ പ്രതിഷേധിക്കാൻ നിങ്ങൾ സടകുടം എഴുന്നേൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് നിഷ്പക്ഷതവും അതോടൊപ്പം തന്നെ സ്വതന്ത്രവും നീതിയുക്തവും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സ്ഥാപനം ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതക്കാണ് മങ്ങലേറ്റിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത, ഉത്തരമില്ല കമ്മീഷനായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പോരാട്ടം ഇത് ഇന്നൊരു തുടക്കം മാത്രമാണ്.